ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നിലുള്ള സത്യസന്ധത കണ്ടിട്ടാണ്. ഇവിടെ ഇപ്പൊ ജയിക്കുന്ന ഒരു സാധ്യതയില്ല. ഇന്ത്യയുടെ നമ്മൾ മത്സരിക്കുന്ന വ്യക്തികളല്ലല്ലോ. അത് 3 രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ എനിക്ക് മാന്യമായ രീതിയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകണമായിരുന്നു. ഭയങ്കരം തന്നെ. അതായത് ഞാൻ എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും വളർത്തിക്കൊണ്ട് വന്നതല്ല. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഒരുവിധം ഓടിയെത്തി അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ഇഷ്ടമാണ്. BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അഞ്ജലി എന്റെ പൊന്നി ചേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടി. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നിലുള്ള സത്യസന്ധത കണ്ടിട്ടാണ്. Please subscribe my channel. Okay.